ഈശോമിശിഹായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പരമ്പരയുടെ 54-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പരിചിന്തനം ചെയ്തത് വിശുദ്ധ യൗസേപ്പിൻ്റെ ഭാഗ്യമരണത്തെക്കുറിച്ചുള്ള ഭാഗമായിരുന്നു. വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്, കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനാണ്, സന്യസ്തരുടെ സമർപ്പിതരുടെയും മധ്യസ്ഥനാണ്. ഇന്ന് നമ്മൾ ധ്യാനവിഷയമാക്കുന്നത് സന്യസ്തരുടെ കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പിൻ്റെ ആ വലിയ ദൗത്യത്തെക്കുറിച്ചാണ്. ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്. അതും ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ വരുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു ദൂരയാത്ര, ട്രെയിനിലുള്ള ഒരു യാത്ര, ആ യാത്രയിൽ ഒരു സന്യാസി ഞങ്ങളുടെ ആ ട്രെയിനിലെ ആ ഭാഗത്തേക്ക് വരുന്നു. അങ്ങനെ എടുത്തുകൊണ്ടാണ് വരുന്നത്. കാരണം കാലും കൈയുമെല്ലാം പോളിയോ വന്ന് ആ ദുർബലമായ, പക്ഷേ മുഖം മാത്രം നല്ല പ്രസന്നമായ, വളരെ വിദൂരമായ യാത്രയായതുകൊണ്ട് ചെറുപ്പക്കാരുള്ളവരെല്ലാം അവരുടെ ബോറടി മാറ്റുവാൻ വേണ്ടി ചീട്ട് കളിക്കുവാൻ അവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവർ ചീട്ട് കളിക്കുന്നു. ചീട്ട് കളിച്ചപ്പോൾ ടി വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് അനുവദനീയമല്ല. അപ്പോൾ ആ സന്യാസി ആദ്യമായിട്ട് പറയുന്നു, അവർ ചെറുപ്പക്കാരല്ലേ, അവർക്ക് ബോറടിക്കുന്നുണ്ടാവും, അവർ ശല്യമൊന്നും ചെയ്യുന്നില്ലല്ലോ, അവർ ചീട്ട് കളിച്ചോട്ടെ. അപ്പോൾ ഈ ടി പറഞ്ഞു, സന്യാസി അങ്ങനെയല്ല, കാരണം ഇപ്പോൾ ഒരു ചീട്ടുകളിൽ കൂടി തുടങ്ങി വഴക്കും ബഹളവും സിഗരറ്റ് വലിയും കഞ്ചാവും മദ്യപാനവും മോഷണവും ഇതെല്ലാം സാധാരണമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ വിലക്കുന്നത്. സന്യാസി പറഞ്ഞു, എൻ്റെ ഈ മക്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ആ മക്കളെന്നുള്ള വിളി ആ ചെറുപ്പക്കാരെ സ്പർശിച്ചു. ചെറുപ്പക്കാർ യാതൊരു ബഹളവും വെച്ചില്ല. അവർ ഇറങ്ങിപ്പോകുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടു, ആ സന്യാസി ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ തമാശനാണെങ്കിൽ പോലും കള്ളക്കളി കളിക്കുന്നില്ല. എന്നിട്ട് അവരുടെ ബാഗിലുണ്ടായിരുന്ന സിഗരറ്റും മദ്യക്കുപ്പിയുമെല്ലാം അവർ ദൂരെ കളയുകയാണ്. നോക്കുക, ഒരു വിശുദ്ധൻ്റെ സാന്നിധ്യം തന്നെ എത്രമാത്രം വലിയ കൃപയുള്ള അന്തരീക്ഷമായിട്ട് മാറ്റുന്നു. അവരുടെ ജീവിതത്തെ ആ നിക്കോദെമോസിനോട് പറഞ്ഞ പോലെ വീണ്ടും ജനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് സന്യാസി ഒന്നും അവരോട് ഉപദേശിച്ചില്ല. ഇതാണ് പരിശുദ്ധിയുടെ ആ വലിയ ശക്തി. തിന്മയ്ക്കും അതേ ശക്തി തന്നെയുണ്ട്. നമ്മൾ ഈ തിന്മയും നന്മയും നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ നന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ സാമീപ്യം, നമ്മുടെ ഈ പരമ്പരയുടെ ആ ഇൻട്രഡക്ഷൻ പാട്ട് തന്നെ അതാണ്. നാഥ നിൻ സാന്നിധ്യം മതി, നിൻ സാമീപ്യം മതി, അതെന്നെ പുതിയൊരു വ്യക്തിയായിട്ട് മാറ്റുന്നു. വിശുദ്ധ യൗസേപ്പിൻ്റെ കന്യാവ്രതക്കാരുടെ സംരക്ഷകൻ എന്നുള്ള ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയവും ഉണ്ണീശോയുമാണ് രണ്ട് സ്നേഹവിഷയങ്ങൾ. അവരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതവും. ഇവരുടെ രണ്ടുപേരുടെയും കാവൽക്കാരനും സംരക്ഷകനുമായി മാറുമ്പോൾ ഈ രണ്ട് സ്നേഹവിഷയത്തിൻ്റെ സംരക്ഷകരായിട്ട് മാറുമ്പോൾ വിശുദ്ധ യൗസേപ്പ് എല്ലാ കന്യാവ്രതക്കാരുടെയും സംരക്ഷകനായി മാറുകയാണ്. കൊച്ചു മേരിക്ക്
അവൾ ജനിച്ചപ്പോൾ മുതൽ അവളൊരു ശബ്ദം കേൾക്കുന്നു, വളരെ മധുരമായൊരു ശബ്ദം. പ്രിയേ, എനിക്ക് നിന്നെ വേണം, എൻ്റെ അടുത്തേക്ക് വരൂ. ഈ ശബ്ദം അവളുടെ ഉള്ളിൽ നിന്നാണോ പുറത്തു നിന്നാണോ എന്ന് അവൾക്ക് തന്നെ അറിയില്ല. രണ്ടുമുണ്ടായിരുന്നു. കാരണം ഉറവയും ഉദ്യാനവും പ്രപഞ്ചവും പക്ഷികളുമെല്ലാം ഈ മധുരസ്വരം ഏറ്റിയെല്ലുന്നുണ്ടായിരുന്നു. അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ മധുരസ്വരത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരനായിട്ടാണ് വിശുദ്ധ യോസേപ്പിനെ പരിശുദ്ധ കന്യാമറിയത്തിന് കൊടുക്കുന്നത്. അതാണ് വിശുദ്ധ യോസേപ്പിൻ്റെ ആ വലിയ ശക്തിയുടെ. നമുക്കറിയാം, പരിശുദ്ധ കന്യാമറിയം അവൾ ഉത്ഭവഭാവമില്ലാതെ ജനിച്ചവളാണ്. അവൾക്ക് അതിൻ്റേതായ സംരക്ഷണവും കൃപയുമുണ്ട്. എന്നാൽ വിശുദ്ധ യോസേപ്പ് നമ്മളെപ്പോലെ തന്നെ ജന്മഭാവത്തോടുകൂടി തന്നെ ജനിച്ചു. അവന് മാനുഷികതയുടെ എല്ലാ ഭാരങ്ങളും അവനെ വലിക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് അവൻ്റെ മാറ്റ് തിരിച്ചറിയുന്നത്. അവൻ അതിനെയെല്ലാം അതിജീവിച്ച് ശരീരത്തിൻ്റെ പ്രവണതകളും മനസ്സിൻ്റെയും ലോകത്തിൻ്റെ എല്ലാം അവന് അതിജീവിക്കുവാനുള്ള ആ ശക്തി ഒരുപക്ഷെ പറുദീസായിൽ ഹവ്വായിക്കും ഈ പരിശുദ്ധ കന്യാമറിയത്തിന് കിട്ടിയ നിന്നെ എനിക്ക് വേണം, നീ വരൂ എന്നുള്ള ശബ്ദം അവൾ നിരന്തരം കേട്ടിട്ടുണ്ടാവാം. പക്ഷേ അവൾ ഒരു ചീറ്റലിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുത്തു. ആ കാതോർക്കൽ അവളെ വലിയ അധപതനത്തിലേക്ക് നയിച്ചു. ഒരുപക്ഷെ ദൈവത്തിൻ്റെ പ്ലാനിൽ ദൈവമക്കളെ പറുദീസ കൊണ്ട് നിറയ്ക്കുവാനുള്ള ആ പദ്ധതിക്ക് അവിടെ തടസ്സം വരികയാണ്. അതേസമയം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഇതാ ഞാൻ എന്നുള്ള ആ സംബോധന അത് ദൈവത്തെ തന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ ശക്തിപ്പെടുത്തി. ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ പറയുന്നു, ആ ഏറ്റവും വിശുദ്ധമായ സ്ഥലത്തേക്ക് ആ പർദ്ദ കൊണ്ട് മൂടപ്പെട്ട ആ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് വരുവാൻ യോഗ്യതയുള്ളവർക്കും വിളിക്കപ്പെട്ടവർക്കും മാത്രമേ പറ്റുള്ളൂ. അവർ ആ പാപപരിഹാര ബലിയുടെ ആ കാളക്കുട്ടിയെയും അതുപോലെ ദഹന ബലിയുടെ ആ കുഞ്ഞാടിനെയും ബലി കഴിക്കണം. വിശുദ്ധ യോസേപ്പിൻ്റെ ബലി ഈ കുഞ്ഞാടും കാളക്കുട്ടിയുമല്ലായിരുന്നു, അവൻ്റെ വിരക്തിയായിരുന്നു, അവൻ്റെ പൂർണ്ണമായ സമർപ്പണം, ജഡികതയുടെയും ലൗകികതയുടെയും സമർപ്പണം. അതുകൊണ്ട് തന്നെയാണ് അവൻ എല്ലാ കന്യാവ്രതക്കാരുടെയും മധ്യസ്ഥനായി മാറുന്നത്. ലേവ്യരുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ലിനൻ ഉടുത്തുകൊണ്ട് മാത്രമേ അവിടെ പ്രവേശിക്കാവൂ. ആ ലിനൻ അവൻ്റെ വിശുദ്ധിയായിരുന്നു, കളങ്കപ്പെടാത്ത വിശുദ്ധി. നമുക്കറിയാം, ആത്മാർത്ഥമായ സ്നേഹം അത് വിശുദ്ധമായിരിക്കും, ചരിത്രം നിറഞ്ഞതായിരിക്കും. അതിനോടുകൂടി ഉപവിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അത് വലിയ പുണ്യത്തിൻ്റെ വിളനിലമായി മാറുന്നു. വിശുദ്ധ യോസേപ്പിന് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സംരക്ഷകനായിരുന്നു. അതുപോലെ അവൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മാത്രം കാതോർത്തുകൊണ്ട് മുൻപോട്ട് പോയി. ഒരുപക്ഷെ ഈ സമർപ്പണമായിരിക്കാം അവനിൽ കൂടി അവനെ കന്യകയുടെ കാവൽക്കാരനായിട്ട് തിരഞ്ഞെടുക്കുവാനും അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ആ തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ ആ ജീവിതത്തിൽ വലിയ വലിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളപ്പോൾ പോലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടിയത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ എന്ന ആ റോള്
അത് സമർപ്പിതർക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്കും എല്ലാം. അപ്പം നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും യോസേപ്പിൻ്റെ സ്വർഗീയ മധ്യസ്ഥം ഇന്നത്തെ കാലഘട്ടത്തിന് സമൃദ്ധമായി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആമേൻ.